വെൽക്കം. കഴിഞ്ഞ സെഷനിൽ SMPSന്റെ ബേസിക് കാര്യങ്ങളെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത്തവണ ഒരു SMPS എങ്ങനെ മദർ ബോർഡ് കണക്ഷൻ ഉപയോഗിക്കാതെ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്നും SMPS കണക്ടറിൽ വരുന്ന വ്യത്യസ്ത വോൾട്ടേജുകൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്തെടുക്കാമെന്നതുമാണ് ഈ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. SMPS എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിൻ്റെ വ്യത്യസ്ത സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമുക്ക് ഓരോ വീഡിയോയിലും അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ആദ്യമായി കമ്പ്യൂട്ടർ ക്യാബിനറ്റിനകത്തുള്ള SMPS അത് ഒന്നുകിൽ ക്യാബിനറ്റിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കണക്റ്റേഴ്സ് മാത്രം ഡിസ്കണക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിൽ ക്യാബിനറ്റിൻ്റെ അകത്ത് തന്നെ വയ്ക്കാം. വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന പിക്ചേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ മദർ ബോർഡിലേക്കുള്ള പവർ കണക്ഷൻ, SMPS എന്നുള്ള പവർ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതോടൊപ്പം കോർ വോൾട്ടേജ്, സേഫ്റ്റിക്ക് വേണ്ടി മറ്റ് കണക്റ്റേഴ്സ് എന്നിവ ഡിസ്കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഡിസ്ക് ഡ്രൈവിലേക്കും ആഡ് ഓൺ കാർഡുകളിലേക്കുമൊക്കെയുള്ള കണക്ഷൻസ്. SMPSൽ നിന്നുള്ള 20 or 24 പിൻ കണക്ടർ നമുക്ക് ഒരു മെറ്റാലിക് വയർ ഇൻസർട്ട് ചെയ്യുന്ന സൗകര്യത്തിന് വേണ്ടി ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്. ഈ 24 പിൻ കണക്ടറിൻ്റെ ഒരു സൈഡിൽ നമുക്ക് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു നോച്ച് കാണാം. അതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന വ്യത്യസ്ത കളർ കോഡ് വയറുകളിൽ ഗ്രീൻ വയർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിൻ്റെ കൂടെ തൊട്ടടുത്ത് രണ്ട് ഭാഗത്തായിട്ടും ബ്ലാക്ക് വയേഴ്സും കാണാം. ഈ ഗ്രീൻ വയർ പവർ ഓൺ എന്നുള്ള പോയിന്റ് ആണത്. ഇത് ഒരു സ്വിച്ച് വഴി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നതോടുകൂടിയാണ് സാധാരണ നിലയ്ക്ക് നമ്മുടെ SMPS ഓൺ ആവുന്നത്. മദർ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന SMPSൽ നമുക്ക് ഈ കണക്ഷൻ സ്വിച്ചിങ് വരുന്നത് മദർ ബോർഡ് വഴിയാണ്. ഇവിടെ കണക്ടർ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കത് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഒരു മെറ്റാലിക് വയർ രണ്ട് ഭാഗം ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കരുതി വെക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ മെറ്റാലിക് വയർ നമ്മൾ ഈ കാണുന്ന നോച്ചിൻ്റെ ഭാഗത്തുള്ള ഒരു ഗ്രീൻ കളർ പോയിന്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. നോച്ചിൻ്റെ സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പം ഇത് 4-ൽ നിന്ന് 5-ലേക്കുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ പിന്നെ കൗണ്ട് ചെയ്യും ഉപയോഗിക്കുന്ന രീതിയല്ല കൗണ്ടിങ്ങിന് എടുത്തിരിക്കുന്നത്. ഇവിടെ 1 to 12 അല്ലെങ്കിൽ 1 to 10 കഴിഞ്ഞിട്ടാണ് നമ്മൾ 13-ൽ നിന്നോ 11-ൽ നിന്നോ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന 4-ാമത്തെ പിന്നെ വരുന്നത്. നമ്മൾ നോച്ചിന്റെ സൈഡിൽ നിന്ന് പിടിച്ചിരിക്കുന്ന 4-ാമത്തെ പിൻ എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് PW ഓൺ അല്ലെങ്കിൽ പവർ സപ്ലൈ ഓൺ, PS ഓൺ എന്നുള്ള പോയിന്റും കോമൺ ആയിട്ട് വരുന്ന ഗ്രൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോമൺ ഗ്രീൻ്റെ റൈറ്റ് സൈഡിലും കോമൺ വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. ഗ്രീൻ കണ്ടെത്തിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ വിട്ടുപോയാലോ തൊട്ടടുത്ത പോയിന്റിലേക്കാണ് അത് കണക്ഷൻസ് വരിക, മിസ്റ്റേക്ക് വരുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കോമൺ പോയിന്റുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അത് വരുന്നത്. അതായത് മദർ ബോർഡ് വഴി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മെറ്റാലിക് വയറിനെ ഗ്രീൻ കളറിന്റെ പിന്നിൽ നിന്ന് ഒരു കോമൺ പോയിന്റിലേക്ക് അടുത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്ലാക്ക് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. ഇതും വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പിക്ചർ തന്നെയാണ്. ഒരു SMPSന്റെ പവർ ഓണും ഗ്രൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഫിസിക്കലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ വയറും കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടും തമ്മിലുള്ള കണക്ഷൻ. അടുത്ത ഘട്ടം
പവർ കോഡ് ഇൻസർട്ട് ചെയ്യുക എന്നുള്ളതാണ്. SMPSന്റെ റിയർ വ്യൂവിൽ വരുന്ന സോക്കറ്റിലേക്കാണ് ഈ AC കോഡിൻ്റെ കോണ്ടാക്റ്റ് ഇൻസർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പവർ കോഡ് ഇൻസർട്ട് ചെയ്തതിന് ശേഷം SMPS സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. പവർ സപ്ലൈയുടെ റിയർ വ്യൂവിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ, SMPSന് സ്വിച്ച് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ AC കോഡ് കണക്ട് ചെയ്ത് പവർ സോക്കറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. സ്വിച്ച് ഓൺ ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് SMPSന്റെ റിയർ സൈഡിലുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ ഫാൻ അത് സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നതും, അത് കറങ്ങുന്നുണ്ടെങ്കിൽ ആ SMPS കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഈ SMPSന്റെ റിയർ വ്യൂ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് ഹീറ്റ് ഡിസിപ്പേഷൻ ഫാൻ, ഇതിൻ്റെ ബ്ലേഡൊക്കെ ഇവിടെ കാണാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലെ വീഡിയോ എടുക്കുന്നതിൽ ഈ ബ്ലേഡ് കറങ്ങുന്നത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. കറങ്ങി തുടങ്ങുന്നത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് വീണ്ടും ഓഫ് ചെയ്യുമ്പോൾ അത് നിൽക്കുന്നത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഏതായാലും ഈ പൊസിഷനിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഇവിടെ കറങ്ങി ബ്ലേഡ് നിൽക്കുന്നതായിട്ടുള്ള വ്യൂ ഇവിടെ കാണാം, ശ്രദ്ധിക്കാം. SMPSന്റെ ഫാൻ കൃത്യമായി വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടതെങ്കിലും അതിൻ്റെ വ്യത്യസ്ത പോയിന്റിലുള്ള വോൾട്ടേജുകൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് എല്ലാ വോൾട്ടേജും ഏറെക്കുറെ സാമ്യമാണോ എന്ന് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. DC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വ്യത്യസ്ത കണക്ടറിലുള്ള വ്യത്യസ്ത കളേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജസും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 20 or 24 പിൻ കണക്ടറിൽ വരുന്ന കളർ കോഡ്സും അതിൻ്റെ വോൾട്ടേജസും ആണത്. നമ്മൾ നേരത്തെ ഗ്രീൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പവർ ഓൺ, കൂടാതെ ബ്ലാക്കും ഗ്രൗണ്ട്. പവർ ഓണിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടാണ് നമ്മളിത് ഓൺ ആക്കിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ് ഒരു ഗ്രേ കളറായിട്ടുള്ള പവർ ഗുഡ്, അപ്രോക്സിമേറ്റ് +5 വോൾട്ട് തന്നെയാണ് അത് ഉണ്ടാവുക. കൂടാതെ ഒരു പർപ്പിൾ കളറിൽ സ്റ്റാൻഡ് ബൈ വോൾട്ട് ഉണ്ട്, അതും അപ്രോക്സിമേറ്റ് +5 വോൾട്ട് തന്നെയാണ് അതിനുണ്ടാവുന്നത്. കൂടാതെ ലോജിക് സർക്യൂട്ട്സിന് ആവശ്യമുള്ള +5 വോൾട്ട് ഒക്കെ തന്നെ മദർ ബോർഡ് സർക്യൂട്ടുകളിലേക്കൊക്കെ ആവശ്യമുള്ള +5 വോൾട്ട്, +12 വോൾട്ട്, അത് യെല്ലോ ആണ്, റെഡ് ആണ് +5-ന്, യെല്ലോ ആണ് +12-ന്, ബ്ലൂ -12. ഇത് കൂടാതെ ഓപ്ഷണലായിട്ട് ഒരു -5 കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വൈറ്റ് കൂടി മദർ ബോർഡ് കണക്ടറിൽ അവൈലബിൾ ആണ്. കൂടാതെ ഒരു 3.3 വോൾട്ടിൻ്റെ ഒരു ഓറഞ്ച് കളറും ATX പവർ സപ്ലൈ ബോർഡുകളിലുണ്ട്. പഴയ AT ബോർഡിലാണെങ്കിൽ ഈ 3.3 വോൾട്ടും ഉണ്ടാവില്ലായിരുന്നു. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, DVD ഡ്രൈവ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന 4 പിൻ കണക്ടേഴ്സ് ഉണ്ട്. ആ 4 പിൻ കണക്ടറിലും റെഡ് കളറും യെല്ലോയും ബ്ലാക്കും ഒക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ യെല്ലോ +12-നെ സൂചിപ്പിക്കുന്നു, റെഡ് +5-നെ സൂചിപ്പിക്കുന്നു, ബ്ലാക്ക് ഗ്രൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇത് കുറച്ചും കൂടെ ഈ ഹോള്, ഈ ഇൻസർട്ടിങ് ഹോള് കുറച്ച് വലുതായിരിക്കും. മൾട്ടിമീറ്ററിൻ്റെ പ്രോബൊക്കെ ഇൻസർട്ട് ചെയ്യാൻ വളരെ സൗകര്യമാണ് ഇത്തരത്തിലുള്ള പോയിന്റുകളിൽ. അതുകൊണ്ട് തന്നെ കോമണിലേക്ക് ഇൻസർട്ട് ചെയ്ത് സ്ഥിരമായിട്ട് നിർത്താൻ ഈ സെൻറ്റർ പോയിന്റ് ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ ഇത് ഫിക്സഡ് ആയിട്ട് കോമൺ പോയിന്റ് നിർത്തി കഴിഞ്ഞാൽ മറ്റ് വോൾട്ടേജുകൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു സിംഗിൾ പ്രോബ് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മദർ ബോർഡിലുള്ള സെയിം 12 വോൾട്ട് തന്നെയാണ് ഈ യെല്ലോയിലും, അതുപോലെ സെയിം +5 തന്നെയാണ് ഈ റെഡിലും വരുന്നത്. മദർ ബോർഡിൽ കോർ വോൾട്ടേജിന് വേണ്ടി അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു 4 പിൻ കണക്ടർ ഉണ്ട്. അതിൽ യെല്ലോവും ബ്ലാക്കും തന്നെയാണ് അതിൽ ഉള്ളത്. അപ്പോൾ 12 വോൾട്ടിൻ്റെ +12 വോൾട്ടിൻ്റെ കണക്ഷൻ മാത്രമാണ് ഈ കണക്ടറിൽ വരുന്നത്. ആദ്യമായി നമുക്ക് SMPS മദർ ബോർഡ് കണക്ടറിലേക്കുള്ള ഗ്രേ, അതായത് പവർ ഗുഡ് വോൾട്ടേജ്, അതേപോലെ പർപ്പിൾ കളറിൽ വരുന്ന സ്റ്റാൻഡ് ബൈ വോൾട്ടേജ്, ഇതിൽ രണ്ടിലും മൾട്ടിമീറ്റർ ഇൻസർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്ന ഈ മൾട്ടിമീറ്ററിൽ ഡിസ്പ്ലേയിൽ വരുന്ന വോൾട്ടേജ് റീഡിങ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെയാണ്, നമ്മളെ പവർ ഗുഡ് ആണ്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നിൽക്കുന്നത്
5.18 ആണ്. ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാൻഡ് ബൈയുടെ വോൾട്ടേജ് ഒന്ന് ശ്രദ്ധിക്കാം. അത് ഡിസ്കണക്റ്റായി. വീണ്ടും അത് കണക്ട് ചെയ്തോട് കൂടിയിട്ട് അവിടെ 5.16 വോൾട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സൈൻ ഒന്നുമില്ല, എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും +5 ആണെന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ഡ്രൈവിൻ്റെ കണക്ടറിൽ 2 വോൾട്ടേജ് വരുന്നുണ്ടല്ലോ, +5ഉം +12ഉം, അത് റെഡ് കളറും യെല്ലോ കളറും. അത് രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന വോൾട്ടേജ് റെഡിൻ്റെ വോൾട്ടേജ് ആണ് 5.22. സൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. ഇത് ഡിസ്കണക്ട് ചെയ്ത് യെല്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിസ്കണക്റ്റായി. ഇപ്പോൾ 12.24 ആണ് കാണിക്കുന്നത്. ഇവിടെയും മൈനസ് സൈൻ ഒന്നുമില്ല, അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. യെല്ലോ എവിടെ ടെസ്റ്റ് ചെയ്താലും ഈ തരത്തിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അടുത്തത് ബ്ലൂ കളറിൽ വരുന്ന -12 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൽ വരുന്നിരിക്കുന്നത് -11.08 എന്നുള്ളതാണ്. അപ്പോൾ -12ന് പകരമാണ് അതവിടെ വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് വോൾട്ടേജ് വ്യത്യാസം വരുന്നത് ലോഡൊന്നും തന്നെ കണക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഡ്രൈവുകളോ മദർ ബോർഡോ ഒന്നും തന്നെ കണക്ട് ചെയ്തില്ല. ആകെ നമ്മൾ ചെയ്തിരിക്കുന്നത് പവർ ഓൺ ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെക്ക് ചെയ്ത് വരുന്നത്. അടുത്തത് നമുക്ക് ഓറഞ്ച് വയർ കളറുള്ളത് ചെക്ക് ചെയ്യാം. +3.3 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് വരേണ്ടത്. അതൊന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് എത്ര വോൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് മീറ്ററിൽ നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ 3.2 വോൾട്ടാണ്, മൈനസ് സൈൻ ഇല്ല, അതുകൊണ്ട് തന്നെ പ്ലസ് ആണ് വരുന്നത്. 3.229 എന്ന് കാണിക്കുന്നത് 3.3ക്ക് പകരം. ഇതാണ് 3.3 വോൾട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വോൾട്ടേജ് റേഞ്ച്. അടുത്തത് നമുക്ക് മദർ ബോർഡിലേക്കുള്ള 4 വയർ കണക്ടർ, കോർ വോൾട്ടേജിന് കൊടുക്കുന്ന കണക്ടർ. യെല്ലോയും ബ്ലാക്കും മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ഇവിടെ തന്നെ കോമൺ ചെയ്തിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രോബ് ഉണ്ട്. യെല്ലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയാണ് വരുന്നത് നേരത്തെ അറിയാം നമുക്ക്. ഡ്രൈവിൻ്റെ കണക്ടറിൽ യെല്ലോ ചെക്ക് ചെയ്താണ് 12 വോൾട്ട്. ആ വോൾട്ട് തന്നെയാണ് ഇതിലും വരേണ്ടത്. നമുക്ക് നോക്കാം. ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ വ്യൂവിൽ 12.26 വോൾട്ടേജ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ മൈനസ് സൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു CPU-നകത്ത് ഇരിക്കുന്ന SMPS എങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് അത് സ്വിച്ച് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാമെന്നുള്ളതും, അപ്രോക്സിമേറ്റ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വർക്കിംഗ് SMPS ആണെന്ന് മനസ്സിലാക്കുവാനും, വീണ്ടും തിരിച്ച് ഡിസ്കണക്ട് ചെയ്ത കണക്ടേഴ്സ് എല്ലാം തന്നെ മദർ ബോർഡിലേക്കും മറ്റ് ഡ്രൈവുകളിലേക്കൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാം എന്നുള്ളതിൻ്റെയും, വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, ലിങ്കുകൾ, കൂടാതെ നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് വീഡിയോകൾ, ഇതെല്ലാം കൂടെ ചേർത്തി പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ സെഷൻ. എല്ലാവർക്കും താങ്ക്സ്.